നിമിഷ നേരം കൊണ്ടേ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? അപ്പോഴ് ഈ തൂരപ്പരിപ്പുണ്ടല്ലോ കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് 2 തക്കാളിയും ഒരു വറ്റൽമുളകും കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണേ. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചൊരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം, കടുകിട്ട് പൊട്ടിക്കാം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളിയോ സവാളയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3 ടീസ്പൂണോളം സാമ്പാർ പൗഡർ ചേർത്തിട്ട് ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ആക്കുന്നതിന് മുന്നേ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് വെച്ച് തുറന്നു കൊടുത്തിട്ട് ദാണ്ടെ ഇതുപോലെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും, അതായത് ആ പരിപ്പൊക്കെ വെന്തു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എടുക്കാം. നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയ, എന്നാൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ദോശൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു മീൻ പൊരിച്ചത് മസ്റ്റാണ്. അപ്പം എങ്ങനെ ട്രൈ ആക്കല്ലേ? പൊളി കോമ്പിനേഷനാണ്, പൊളി ടേസ്റ്റാണ് കേട്ടോ.